കാര്യമറ്റം ഗവൺമെന്റ് LP സ്കൂളിന്റെ 67ാമത് വാർഷികാഘോഷവും സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും നടന്നു. മാത്യു കുഴൽനാടൻ MLA വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാര്യമറ്റം ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും സ്കൂളിന്റെ 67ാമത് വാർഷികാഘോഷ അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. വർണ്ണക്കൂടാരത്തിന്റെയും വാർഷിക സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. നമ്മൾ ഈ ഒരു വിദ്യാലയത്തോട് ഈ നാട്, ഈ സമൂഹം എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നുകൂടി ചിന്തിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം 67 ആണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഇതുപോലൊരു ഗ്രാമത്തിൽ ഒരു സ്കൂൾ തുടങ്ങാനും അതുവഴി എത്രയോ തലമുറയിൽപ്പെട്ടവർക്ക് വിദ്യയുടെ വെളിച്ചം പകർന്നു നൽകാനും കഴിഞ്ഞ ഒരു കലാലയമാണ് ഇന്ന് നമ്മൾ സമ്മേളിച്ചിരിക്കുന്ന ഈ LP സ്കൂൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്നത് ഒരുപാട് നിർവചനങ്ങൾ മറിയുന്ന കാലഘട്ടമാണ്. പണ്ട് കാലത്ത് അക്ഷരവും കണക്കും പഠിക്കുന്നതിൽ വിദ്യാഭ്യാസം ഏകദേശം പൂർണ്ണമാകുമായിരുന്നുവെങ്കിൽ ഇന്നത്തെ കാലഘട്ടം AI ടെക്നോളജി അടക്കം വന്നു കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് പഠിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത്, പഠിക്കുന്നതെല്ലാം ഇറലവൻ്റ് ആകുമോ എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു എവർ ഇവോൾവിങ് പ്രക്രിയയാണ്. കാലത്തിനനുസരിച്ച് ഓരോ കാലങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. പക്ഷെ ഇതിനേക്കാളെല്ലാം അടിസ്ഥാനപരമായി എല്ലാ കാലഘട്ടത്തിലും കാലാനുവർത്തിയായി നിൽക്കുന്ന ഒരു ഡെഫിനിഷൻ വിദ്യാഭ്യാസത്തിനുണ്ട്. ഒരുപക്ഷെ പാഠപുസ്തകങ്ങൾ മാറാം, സിലബസ് മാറാം, ടീച്ചിങ്ങിൻ്റെ ശൈലി മാറാം, സ്കൂളുകളുടെ രൂപവും ഭാവവും മാറാം, കരിക്കുലം മാറാം. അങ്ങനെ ഒരുപാട് എല്ലാ മാറ്റങ്ങളും എല്ലാ മേഖലയിൽ ഉണ്ടായാലും ഏറ്റവും അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഒരു പൗരനെ വാർത്തെടുക്കുക, അല്ലെങ്കിൽ ഒരു പൗരൻ്റെ ക്യാരക്ടർ ഫോർമേഷൻ എന്നതാണ്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് കൂടുതൽ മികവ് ഉറപ്പുവരുത്താൻ സമഗ്ര ശിക്ഷ കേരളം സ്റ്റാഴ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി SSK എറണാകുളം BRC കലൂർക്കാടിന്റെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 13 പ്രവർത്തനയിടങ്ങളെ ഉൾപ്പെടുത്തി വർണ്ണക്കൂടാരം നിർമ്മിച്ചത്. വിദ്യാർത്ഥികളുടെ ബുദ്ധിവികാസത്തിനും സ്വഭാവ രൂപീകരണത്തിനും ഏറെ സഹായകരമാകുന്ന പ്രവർത്തനങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 10 പഠനങ്ങൾ ക്ലാസ്സിനകത്തും 3 പുറത്തുമായാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നിരവധി തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകർന്ന് മുന്നേറുന്ന കാര്യമറ്റം LP സ്കൂൾ ഇതോടെ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. സ്മാർട്ട് TV മുതൽ വിദ്യാർത്ഥികളുടെ എല്ലാവിധ വികസനത്തിനുള്ള സജ്ജീകരണങ്ങളും വർണ്ണക്കൂടാരത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ആയവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. മോൻ പോൾ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഐഷ റസാഖ്, DPC എറണാകുളം ജോസഫ് വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി ജോർജ്, കല്ലൂർക്കാട് AEO രാജേഷ് KM, റിജോയ് സക്കറിയാസ്, ആയവനം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. പഠന മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും എൻഡോവ്മെന്റ് വിതരണവും ചടങ്ങിൽ നടന്നു. മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും LSS വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഇതോടൊപ്പം നടന്നു. ഈ വർഷം സേവനത്തിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന പ്രധാന അധ്യാപിക ഐഷ റസാഖിനെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.